മുഖ്യമന്ത്രി പിണറായി വിജയനെയും LDF സർക്കാരിനെയും വീണ്ടും ചോദ്യമുനയിൽ നിർത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും. ഇതാദ്യമായൊന്നുമല്ല പ്രധാനമന്ത്രി കരുവന്നൂർ വിഷയത്തിലും സ്വർണ്ണക്കടത്ത് വിഷയത്തിലും അതിശക്തമായ പരാമർശങ്ങൾ നടത്തുന്നത്. ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കെന്ന് കരുവന്നൂർ ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മാത്രവുമല്ല, സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമെന്നും പ്രധാനമന്ത്രി ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ വിമർശനവുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നിരിക്കുന്നത്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പും സ്വർണ്ണക്കടത്തും പരാമർശിച്ചാണ് പ്രധാനമന്ത്രി നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ചത്. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ട്. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്നും നരേന്ദ്രമോദി പറഞ്ഞു. കേരളത്തിലെ BJP ബൂത്ത് കാര്യകർത്താക്കളുമായുള്ള സംവാദത്തിലാണ് നരേന്ദ്രമോദി ഇക്കാര്യങ്ങൾ ഉന്നയിച്ചത്. പരസ്പരം അഴിമതികൾ മറച്ചുവെക്കുന്നതിനായാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചിട്ടുള്ളത്. സ്വർണ്ണക്കടത്തിലെ കണ്ണികൾക്ക് ഒരു പ്രത്യേക ഓഫീസുമായി ബന്ധമുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ ബോധ്യമുണ്ട്. അതുപോലെ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ട്. പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിക്കുന്നതിലേക്കാണ് ഈ തട്ടിപ്പ് കലാശിച്ചതെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇത്തരം കുറ്റകൃത്യങ്ങൾ നടത്തിയ പാവപ്പെട്ടവരുടെ പണം കൊള്ളയടിച്ച ക്രിമിനലുകൾ ശിക്ഷിക്കപ്പെടാതെ പോകാൻ അനുവദിക്കില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഇവർക്കെതിരെ കർശന നടപടിയെടുക്കും. നീതി നടപ്പിലാക്കിയെന്ന് ഉറപ്പുവരുത്തുമെന്നും നരേന്ദ്രമോദി കൂട്ടിച്ചേർത്തു. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞതോടെ നിലവിൽ ED അന്വേഷിക്കുന്ന കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. പാവങ്ങളുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത്. നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിനുള്ള നിയമസാധുത ആലോചിക്കും. സ്വർണ്ണക്കടത്തിൽ ഒരു പ്രത്യേക ഓഫീസിന് ബന്ധമുണ്ടെന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഉന്നമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതും CPM-നും LDF-നും ചോദ്യമായി മാറിയിരിക്കുകയാണ്. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്നും നീതി ഉറപ്പാക്കുമെന്നും അടിവരയിട്ട് ഒരിക്കൽ കൂടി BJP ബൂത്ത് തല നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞതോടെ വരും ദിവസങ്ങളിൽ എന്ത് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനും നിർണായകമാണ്.